നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങിയ വിശ്വാസികൾ. ജീവൻ പണയം വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാത്തതിൽ മന്ത്രിയെ നീരസം അറിയിച്ച വിദ്യാർത്ഥികൾ. തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് മന്ത്രി അഹമ്മദ് തേവർകോവിലിന് നിവേദനം നൽകിയത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് 11-ന് നടക്കും. ഇടത് സ്ഥാനാർത്ഥിയായി കോയക്കുഞ്ഞിയകത്ത് മൂത്താട്ട് സജില മത്സരിക്കും. താനൂർ അഞ്ചുടി കുപ്പന്റെ പുരക്കിലെ ഇസ്ഹാക്കിന്റെ കുടുംബത്തിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സംസ്ഥാനത്ത് 16,848 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,41,431 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.91%. ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് രേഖപ്പെടുത്തിയത് 17.99%. 2,752 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങിയ വിശ്വാസികൾ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك. ഈദുൽ അദ്ഹ എന്നറിയപ്പെടുന്ന ബലിപെരുന്നാൾ മുസ്ലിം വിശ്വാസികളുടെ ആത്മസമർപ്പണത്തിന്റെയും ത്യാഗസ്മരണയുടെയും ആഘോഷമാണ്. ദൈവപ്രീതിക്കായി മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ആത്മാർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെരുന്നാൾ ആഘോഷം. ഹജ്ജ് പെരുന്നാൾ എന്നും ബലിപെരുന്നാളിന് വിശ്വാസികൾക്കിടയിൽ പേരുണ്ട്. അറബ് വർഷം ദുൽഹജ്ജ് 10-നാണ് ബലിപെരുന്നാൾ ആഘോഷം നടക്കുന്നത്. മകനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ആത്മാർപ്പണത്തിന്റെ ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ദിവസം മൃഗബലിയും നടത്താറുണ്ട്. കോവിഡ് കാലത്ത് ആഘോഷം വീട്ടിലൊതുക്കിയ രണ്ടാമത്തെ ബലിപെരുന്നാളാണ് കടന്നുപോകുന്നത്. ആരാധനാലയങ്ങളിൽ വിശ്വാസികൾക്ക് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ അവസരമൊരുക്കണമെന്ന വിശ്വാസികളുടെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് അംഗീകരിക്കപ്പെട്ടത്. നിയന്ത്രണങ്ങളോടെ പെരുന്നാൾ നമസ്കാരത്തിന് ആവശ്യമായ 40 പേരെ ഉൾപ്പെടുത്തി ആരാധന നടത്താമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ ഇത്തവണയും വീടുകളിൽ ഒതുങ്ങും. മുൻകാലങ്ങളിലെ പെരുന്നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വിപണിയും വൻ തകർച്ചയെ നേരിട്ടു. 2 മാസത്തോളം സമ്പൂർണമായും അടഞ്ഞുകിടന്ന ഷോപ്പുകൾ പെരുന്നാൾ വിപണിക്കായി കഴിഞ്ഞ ദിവസമാണ് തുറന്നത്. താരതമ്യേന തിരക്കും കുറവായിരുന്നു. എന്നിരുന്നാലും തുണിത്തരങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയവ വിൽക്കുന്ന കടകളിലും പഴം, പച്ചക്കറി, മത്സ്യ, മാംസ വിപണികളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇളവുകൾ ആശ്വാസമായതോടെ ജനം കൂട്ടത്തോടെ പുറത്തിറങ്ങി. നിയന്ത്രിക്കാൻ പോലീസും പാടുപെട്ടു. വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധനയും കർശനമാക്കി. കോവിഡും ലോക്ക്ഡൌണും സൃഷ്ടിച്ച ആഘാതത്തിന് നടുവിൽ പെരുന്നാളിന്റെ ഇളവുകൾ വന്നതോടെ ജനം കൂട്ടമായി പുറത്തിറങ്ങി. തീരദേശ പഞ്ചായത്തായ വെട്ടത്താണ് കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും അധികമുള്ളത്. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അനാവശ്യ യാത്രകൾ നിയന്ത്രിക്കാൻ പരിയാപുരം, അരിക്കാഞ്ചിറ, ആലുശ്ശേരി, പറവണ പ്രദേശങ്ങളിൽ SI PC ജോസഫിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന കർശനമാക്കി. എത്രയാണ് ഇവിടുത്തെ ഒരു സോഷ്യൽ വ്യാപനം നടക്കുന്നതെന്ന് നിങ്ങൾ 2, 3, 4 ആൾ ഒരു മീൻ മേടിക്കാൻ വേണ്ടി വണ്ടിയിൽ കയറി ഇതുപോലെ പോകുക അത് നടക്കുന്ന കാര്യമില്ല കേട്ടോ. നിങ്ങളൊരു മീൻ മേടിക്കാൻ വേണ്ടി 3 വണ്ടിയിൽ പോകാൻ പറ്റില്ല. ഇവിടുത്തെ ചെടി നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളെവിടെയാണ്? കൂട്ടായി തൊട്ടടുത്തല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. ഒരു മീൻ മേടിക്കാൻ വേണ്ടി ഇത്ര ആളൊന്നിച്ച് പോകാൻ പറ്റില്ല. അനാവശ്യ യാത്രക്കാരെ തിരിച്ചയച്ചു. 100ഓളം വാഹനങ്ങൾക്ക് പിഴയിട്ടതായും SI പറഞ്ഞു. കോവിഡ് ബാധിതരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഹൗസ് സിറ്റിംഗും നടത്തി. ജീവൻ പണയം വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാത്തതിൽ മന്ത്രിയെ നീരസം അറിയിച്ച് വിദ്യാർത്ഥികൾ. തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് മന്ത്രി അഹമ്മദ് തേവർകോവിലിന് നിവേദനം നൽകിയത്. +2 റിസൾട്ടിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം.
ഇത്തവണ SSLC+2 വിദ്യാർത്ഥികൾക്ക് അധിക പ്രവർത്തനങ്ങളായ കലാകായിക സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയാണ് NSS വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ നേരിൽ കണ്ട നിവേദനം നൽകിയത്. ചെമ്മാട് ഒരു പൊതുപരിപാടിക്കെത്തിയ മന്ത്രിയെ വിദ്യാർത്ഥികൾ നേരിൽ കണ്ട നിവേദനം നൽകുകയായിരുന്നു. മറ്റു പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും NSS വളണ്ടിയർമാർ സന്നദ്ധ സേവന രംഗത്തും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ചെയ്ത കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള അർഹത മാനിച്ചില്ലെങ്കിലും +2 പരീക്ഷാ ഫലത്തിനൊപ്പം ഗ്രേസ് മാർക്ക് അനുവദിക്കണമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതെടുത്തു കളയുന്ന സാഹചര്യം. ഞങ്ങൾ ഈ കൊറോണ കാലത്ത് തന്നെ ഒരുപാട് പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഇതായിട്ട് ആ ഗ്രേസ് മാർക്ക് തരണം ഞങ്ങൾക്ക് എന്നാണ് പറയാനുള്ളത്. ഇവർ പറഞ്ഞിട്ട് ഭൂരിഭാഗം എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് ഇവർ പറയേണ്ടത്. പക്ഷേ അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളൊരിത് പറയുന്നത്. ഇഷ്ടം പോലെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. വീട്ടിലിരുന്നും പുറത്തിറങ്ങിയിട്ടും നടത്തിയിട്ടുണ്ട്. കുറേ മാസ്കും കാര്യങ്ങളും ശേഖരിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അടുത്തൊന്ന് +1 ബുക്കുകൾ ഞങ്ങൾ തന്നെ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ജീവൻ പണയം വെച്ചാണ് NSS വളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. മന്ത്രിയിൽ നിന്നും അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്നും പ്രതീക്ഷയുണ്ടെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇപ്പോഴാണ് മന്ത്രി വരുന്നതായിരുന്നു. അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. മന്ത്രി ഞങ്ങളടുത്ത് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എന്തായാലും വേണ്ട സംഭവമാണെന്ന് മന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തു വെച്ചിട്ട്. അപ്പോൾ എന്തായാലും തീരുമാനം എടുക്കാൻ പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ ഗ്രേസ് മാർക്കിന് ആധാരമായ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ SSLC+2 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നിർത്തലാക്കിയത്. ഇത്തവണ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചതും ഗ്രേസ് മാർക്കില്ലാതെയായിരുന്നു. ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക സാമൂഹിക ഉന്നതി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈസ് ഓഫ് ലിവിംഗ് സർവേ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തിയായി. രാജ്യവ്യാപകമായി നടത്തിയ SECA സർവേയിൽ കണ്ടെത്തിയ കുടുംബങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തുന്നതിനായാണ് സർവേ നടത്തിയത്. തിരൂർ ബ്ലോക്ക് പരിധിയിൽപ്പെട്ട 6 പഞ്ചായത്തുകളിലായി VOമാരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ ആശാ വർക്കർമാരെ ഉപയോഗപ്പെടുത്തി പരമാവധി ഓൺലൈൻ ഡാറ്റ കളക്ഷനായാണ് നടന്നത്. 2011 കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം രാജ്യവ്യാപകമായി നടത്തിയ SECC സർവേയിൽ കണ്ടെത്തിയ കുടുംബങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തുന്നതിനായാണ് സർവേ നടത്തിയത്. 11,232 കുടുംബങ്ങളെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയതെന്നും സർവേ പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥർക്കും സഹകരിച്ച പൊതുജനങ്ങൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നതായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈനുദ്ദീൻ പറഞ്ഞു. രാജ്യത്താകെ നടക്കുന്ന ഈസ് ഓഫ് ലിവിംഗ് സർവേ ജില്ലയിൽ ആദ്യമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 2011 സെൻസസിന് ശേഷം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് നൽകിയ ആനുകൂല്യങ്ങളുടെ ഭാഗമായി അവരുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടായ പുരോഗതിയെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലായി VOമാരുടെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ നമ്മുടെ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടി കുടുംബശ്രീ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടി വളരെ ഭംഗിയായി ഈ പ്രവർത്തനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത VOമാർ അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെയും ആശയുടെയും പ്രവർത്തകന്മാർ അതേപോലെ തന്നെ ഇതിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അവരെല്ലാം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇതിനോട് ഈ സർവേയോട് പൂർണ്ണമായും സഹകരിച്ച പൊതുജനങ്ങളോട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി. പ്രവാസികൾ 2ാം കിട പൗരന്മാരായാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണാൻ ശ്രമിക്കുന്നതെന്നും ഇതിന് പരിഹാരം കാണണമെന്നും പ്രവാസി കോൺഗ്രസ് ആവശ്യപ്പെട്ടു. VN കുഞ്ഞാവ ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളെ 2ാം കിട പൗരന്മാരായാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണുന്നതെന്ന് ആരോപിച്ചാണ് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന നിൽപ്പ് സമരം ജില്ലാ പ്രസിഡന്റ് VN കുഞ്ഞാവ ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്കുള്ള വാക്സിനേഷൻ ഉടൻ പൂർത്തീകരിക്കുക, കോവിഡ് മൂലം വിദേശത്ത് മരണപ്പെടുന്ന പ്രവാസികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുത്തുക, വിമാന സർവീസ് പുനരാരംഭിക്കാൻ സർക്കാർ തല ഇടപെടൽ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ഒർവിൽ അധ്യക്ഷനായിരുന്നു. തിരു മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, കുഞ്ഞുട്ടി പൊന്നാട്, അസ്രു പാടൂർ, അനീഫ മുല്ലഞ്ചേരി, ഇബ്രാഹിമൻ, സൈദാലി തുടങ്ങിയവർ സംസാരിച്ചു. കൊറോണ കാരണം വിദേശ മണ്ണുകളിൽ ധാരാളം കേരളീയർ മരണമടഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അർഹതപ്പെട്ട ആ കുടുംബങ്ങളെ മുഴുവൻ മലയാളിയുടെ മരണക്കണക്കിൽ, ഈ മഹാദുരന്തത്തിൻ്റെ മരണക്കണക്കിൽ കേരളീയരായ അവരെ
കേരളത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച അവരെ, ആ കുടുംബങ്ങളെയും ആ കുടുംബനാഥൻ്റെ മരണമൊക്കെ കേരളീയരുടെ മരണക്കണക്കിൽ രജിസ്റ്റർ ചെയ്ത് ആ ആനുകൂല്യം കിട്ടാനുള്ള എല്ലാ സംവിധാനവും കേരള ഗവൺമെൻറ് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് 11-ന് ഇടത് സ്ഥാനാർത്ഥിയായി കോയക്കുഞ്ഞിയകത്ത് മൂത്താട്ട് സജില മത്സരിക്കും. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 11-ന് നടക്കും. വാർഡിൽ നിന്നും വിജയിച്ച സൈറ ബാനുവിന്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. 248 വോട്ടിനാണ് സൈറ ബാനു വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുമ്പാണ് ഇവർ മരണപ്പെട്ടത്. ഇടത് സ്ഥാനാർത്ഥിയായി കോയക്കുഞ്ഞിയകത്ത് മൂത്താട്ട് സജിലയാണ് മത്സരിക്കുന്നത്. ഈ 15-ാം വാർഡിലേക്ക് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റികയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ മുൻ പഞ്ചായത്ത് മെമ്പർ സഖാവ് സഹിറ ബാനു പ്രതിനിധീകരിച്ചിരുന്ന 15-ാം വാർഡിൽ സഖാവിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. 20 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ സഹായത്തോടു കൂടിയുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ പുതിയ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വന്ന 25-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഭരണസമിതിയുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനി നടക്കാനിരിക്കുകയാണ്. അതിന് 15-ാം വാർഡിൽ നിലവിൽ സഖാവ് സൈറ ബാനുവിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റും ഈ വാർഡിനകത്തെ ജനങ്ങൾ എന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. P മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, അഡ്വക്കേറ്റ് K ഹംസ, പിമ്പറത്ത് ശ്രീനിവാസൻ, തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, സൈഫു തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി അഡ്വക്കേറ്റ് K ഹംസയെയും കൺവീനറായി T ഷാജിയെയും തെരഞ്ഞെടുത്തു. നിലവിൽ LDF 10-ഉം UDF 8-ഉം BJP 1-ഉം എന്നിങ്ങനെയാണ് തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ വൈദ്യുതി ജീവനക്കാർ കുറ്റവിചാരണ സമരം നടത്തി. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം KSEB WA ഡിവിഷൻ സെക്രട്ടറി K രവി ഉദ്ഘാടനം ചെയ്തു. താനൂരിൽ CITU താനൂർ ഏരിയ പ്രസിഡന്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്ന വൈദ്യുതി ഭേദഗതി ബിൽ 2021 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സമരം നടത്തിയത്. സംസ്ഥാനത്ത് 1000 കേന്ദ്രങ്ങളിലാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലും തിരൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലും കൂടാതെ തിരൂർ ഡിവിഷന്റെ പരിധിയിൽ 14 കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പരിപാടിയിൽ KSEB WA ഡിവിഷൻ സെക്രട്ടറി രവി ഉദ്ഘാടനം ചെയ്തു. മുരളി അധ്യക്ഷനായിരുന്നു. ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് സുനന്ദ കുറ്റവിചാരണ വായിച്ചു. വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് VC ശശിധരൻ സംസാരിച്ചു. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരപരിപാടിയിൽ കൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. CITO ഏരിയ സെക്രട്ടറി KV പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. TK ഷാജൻ, അഫ്സൽ, സനൽകുമാർ എന്നിവർ സംസാരിച്ചു. താനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CITU താനൂർ ഏരിയ പ്രസിഡന്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ആ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്വകാര്യവൽക്കരണ നയത്തിന്റെ ഭാഗമായി, ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി എല്ലാ പൊതുമേഖലയും മർമ്മപ്രധാനമായിട്ടുള്ള പൊതുമേഖലകൾ ഈ രാജ്യത്തെ സമ്പന്ന വർഗത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. KCWDCC അംഗം മുഹമ്മദ് സലീം സമരപരിപാടികൾ വിശദീകരിച്ചു. അബ്ദുൽ ഖാദർ, സുരേഷ് കുമാർ, പ്രദീപ് എന്നിവർ സംസാരിച്ചു. എന്റെ കൂട്ടായി സർഗവേദി റമദാനോടനുബന്ധിച്ച് നടത്തിയ വിശുദ്ധ ഖുർആൻ പാരായണ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. CP ഇസ്മായിൽ ഹാജി സമ്മാന വിതരണം നടത്തി. എന്റെ കൂട്ടായി സർഗവേദി റമദാനോടനുബന്ധിച്ച് നടത്തിയ വിശുദ്ധ ഖുർആൻ പാരായണ മത്സരത്തിലെ വിജയികൾക്കാണ് CP ഇസ്മായിൽ ഹാജി സമ്മാനം നൽകിയത്. ഇതോടൊപ്പം ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. DBR കൂട്ടായി അധ്യക്ഷനായിരുന്നു. CP അലാവുദ്ദീൻ, PK അബുബക്കർ, അൻവർ സാദത്ത, PA നാസർ, ഷിയാബ് പുളിജോട, T സിദ്ദിഖ്, റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒടൂർ ഫ്രണ്ട്സ് ക്ലബ്ബ് ഗ്രന്ഥാലയം അണിച്ചൊരുക്കിയ ഹ്രസ്വചിത്രം മസ്ര കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പുറത്തിറക്കി.
വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ചിത്രം തയ്യാറാക്കിയത്. പ്രവാസിയുടെ പൊള്ളുന്ന കഥ പറയുന്ന ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന കഥയെ ആസ്പദമാക്കി KT രാധാകൃഷ്ണൻ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച മസറ ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഉഴൂർ ഫ്രണ്ട്സ് ക്ലബ് ഗ്രന്ഥാലയമാണ് ചിത്രം അണിയിച്ചൊരുക്കിയത്. ചടങ്ങിൽ ക്ലബ് ഗ്രന്ഥാലയം പ്രസിഡന്റ് K. നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി P. രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർ, C. ശശികുമാർ, ക്യാമറമാൻ ജയൻ, MD മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃക്കണ്ടിയൂർ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ യൂറോ കോപ്പ അമേരിക്ക 2021 ഫുട്ബോൾ പ്രവചന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയാണ് നറുക്കെടുപ്പിലൂടെ വിജയിയെ കണ്ടെത്തിയത്. തൃക്കണ്ടിയൂർ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ യൂറോ കോപ്പ അമേരിക്ക 2021 ഫുട്ബോൾ പ്രവചന മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രവചന മത്സരത്തിൽ 300ഓളം എൻട്രികൾ ലഭിച്ചു. ഇതിൽ നിന്നും ശരിയുത്തരം നൽകിയത് 6 പേരായിരുന്നു. അവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് ഫർഹാൻ ജേതാവായത്. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയാണ് നറുക്കെടുപ്പിലൂടെ വിജയിയെ കണ്ടെത്തിയത്. ഫിനിക്സ് എന്ന പേരിൽ നമ്മുടെ തൃക്കണ്ടിയൂർ ഒരു ക്ലബ്ബുണ്ട്. അവർ ഫുട്ബോൾ പ്രവചന മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രവചനത്തിൽ വിജയിച്ച ഒരാൾക്ക് ഒരു ഫുട്ബോൾ കിറ്റ് സമ്മാനമായി നൽകുന്ന ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ നറുക്കെടുപ്പാണ് നടത്തുന്നത്. വിജയികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഫുട്ബോൾ കിറ്റ് ഫിനിക്സിൻ്റെ വക സമ്മാനമായിട്ട് നൽകുകയാണ്. ഫർഹാൻ എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. 20ഓളം വർഷമായി തൃക്കണ്ടിയൂർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ യൂറോ കപ്പ് ആൻഡ് കോപ്പ അമേരിക്ക പ്രഡിക്ഷൻ കോൺടെസ്റ്റ് മത്സരം നടത്തുകയുണ്ടായി. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമായി നടത്തിയ മത്സരം 300ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. അതിൽ നിന്ന് ഒരു 6 പേര് ശരിയായ ഉത്തരം പ്രവചിക്കുകയുണ്ടായി. ചടങ്ങിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൽസലാം മാസ്റ്റർ, ക്ലബ് ഭാരവാഹികളായ അർഷാദ്, റിയാൻ, ഹിഷാം, അഖിൽ, യുനൈസ്, റുവൈസ്, റിഷാൻ, സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുമുണ്ടം പഞ്ചായത്ത് 1, 2, 14 വാർഡുകളിൽ നിന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA പ്രതിഭകൾക്ക് ഉപഹാരം നൽകി. താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തലക്കെടുത്തൂർ ഓവുങ്ങൽ മേഖല മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF, ഗ്ലോബൽ KMCC കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ചെറുമുണ്ടം പഞ്ചായത്തിലെ 1, 2, 14 വാർഡുകളിൽ നിന്ന് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. കുറുക്കോളി മൊയ്തീൻ MLA പ്രതിഭകൾക്ക് ഉപഹാരം നൽകി. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ഇതിന്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ പ്രശസ്തമായ രീതിയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഈ വർഷത്തെ SSLC പാസ്സായി വന്നിട്ടുള്ള ചെറിയമുണ്ടം പഞ്ചായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സ്വീകരണ ചടങ്ങിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഞാൻ ഈ വിജയ ശ്രീലാളിതരായ മുഴുവൻ കുട്ടികളെയും, പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി അനുമോദിക്കുകയാണ്. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. കുട്ടികളെ, ഇത് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇത് നിങ്ങളുടെ ജീവിത പ്രയാണത്തിലെ ഒരു തുടക്കം മാത്രമാണ്. ഇതേപോലെ മഹത്തായ അംഗീകാരങ്ങൾ ഇനിയും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുന്നിൽ നിന്ന് പഠിപ്പിച്ചാൽ തന്നെ നമ്മൾ മര്യാദ പഠിക്കുക. അത് ടീച്ചർ മുന്നിലില്ലാത്തൊരു സാഹചര്യത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം തീരുമാനം എടുക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. തീരുമാനം എടുക്കാത്തവർക്ക് ഒരിക്കലും കാരണം വേറെ പ്രശ്നം ഒന്നുമല്ല. പൊതുവെ വീട്ടുകളിൽ നിന്നൊക്കെ ഒന്ന് പറയുന്നത് സ്കൂൾ തുറന്ന് കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. സാധാരണ വീട്ടിൽ കുട്ടികളെ കിട്ടുകയാണെങ്കിൽ ഉപകാരമാണെന്ന് വിചാരിക്കും. പക്ഷെ നേരെ തിരിച്ചാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് അത്രയും ഈ മാർക്കിന്റെ പിന്നിൽ അവരും നല്ല കഠിന പ്രയത്നം ഉണ്ടാകും. അപ്പൊ ഈ ഫുള്ള് A+ നേടിയ ഈ വിദ്യാർത്ഥികളുടെ പിന്നിൽ അവരുടെ രക്ഷിതാക്കളുടെ കഠിന പ്രയത്നമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളെ ഈ മൊബൈലിൽ ഓൺലൈൻ മൊബൈൽ പഠിക്കുന്ന സമയത്ത് നെറ്റ് ഓണായി കിടക്കുന്ന സമയത്ത് ഈ വിനോദങ്ങളിലേക്ക് പോകാതെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല വിജയം നേടുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ്.
അതിനെ അതിജീവിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളാണ് മുന്നിലിരിക്കുന്നത്. അവരെ പ്രത്യേകം സദസ്സിന് വേണ്ടിയിട്ട് അവരെ അഭിനന്ദിക്കണം. ഗ്രാമപഞ്ചായത്ത് അംഗം NA നസീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുറുക്കുള മൊയ്തീൻ MLAക്ക് മേഖലാ മുസ്ലിം കമ്മിറ്റിയുടെ ഉപഹാരം KN മുത്തുക്കോയ തങ്ങൾ നൽകി. ചെറുവണ്ണം പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട MP ഷാഹുലിന് മേഖലാ മുസ്ലിം കമ്മിറ്റിയുടെ ഉപഹാരം കുറുക്കുളി മൊയ്തീൻ MLA നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കല്ലേരി മൈമൂന യൂസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം TR റഹീം, യൂസഫ് കല്ലേരി, MA റഫീഖ്, ഡോക്ടർ PV അൻവർ, ഷെരീഫ് മാളിയേക്കൽ, PP ഖാദർ ബാവ, AP മൊയ്തീൻ ഹാജി, MP നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലപ്പെട്ട താനൂർ അഞ്ചുടി കുപ്പന്റെ പുരക്കൽ ഇസ്ഹാക്കിന്റെ കുടുംബത്തിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം പാണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. 2019 നവംബർ 1 സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഏകദിന ധനസമാഹരണത്തിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത്. 2 നിലകളായി 1869 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത്. 36 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് അധ്യക്ഷത വഹിച്ചു. താനൂർ അഞ്ചുടിയിൽ കൊല്ലപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകൻ കുപ്പന്റെ പുരക്കൽ ഇസ്ഹാക്കിന്റെ കുടുംബത്തിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച വീട് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ കുടുംബത്തിന് കൈമാറി. മുസ്ലിം യൂത്ത് ലീഗ് എന്നും അക്രമ രാഷ്ട്രീയത്തോട് വിമുഖത കാണിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരും ആക്രമിക്കപ്പെടരുത്, ആരും കൊല ചെയ്യപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചൊരു പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ്. അത് വിളിച്ചോതിക്കൊണ്ടാണ് 2018 സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യവുമായി അക്രമ രാഷ്ട്രീയത്തിൻ്റെ ദാരുണമായ അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് എല്ലാ ഗ്രാമങ്ങളിലും വിളിച്ചോതിക്കൊണ്ടാണ് ഞങ്ങൾ ആ യാത്ര തിരിച്ചത്. 2019 ഒക്ടോബർ 24 ഇസ്ഹാഖ് കൊല്ലപ്പെട്ടത്. 2019 നവംബർ 1 മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ധനസമാഹരണത്തിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത്. 2 നിലകളിലായി 1869 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത്. 36 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് അധ്യക്ഷത വഹിച്ചു. ഇസ്ഹാഖിന്റെ മരണത്തോടുകൂടി രാഷ്ട്രീയ എതിരാളികൾ ഇസ്ഹാക്കിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് മാത്രമായിരുന്നില്ല ഉദ്ദേശിച്ചത്. പിതാവില്ലാത്ത ഇസ്ഹാക്കിന്റെ കുടുംബത്തെ പൂർണ്ണമായും അനാഥമാക്കുക. അന്ന് ഇസ്ഹാക്കിന്റെ ഉമ്മയെ കാണാൻ വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളോട് പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ചെവിയിൽ ഇപ്പോഴുമുണ്ട്. ഒരു കുടുംബമാണ് അനാഥമായി പോയത്. കല്യാണപ്രായമെത്തിയ പെൺകുട്ടി, ചോർന്നൊലിക്കുന്ന വീട്. ഞങ്ങൾക്കിനി ആരുണ്ട് എന്ന ചോദ്യത്തിന് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ നൽകിയ ഉത്തരം ഞങ്ങളുണ്ട്, ഈ പ്രസ്ഥാനമുണ്ട് എന്നതാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി, മുജീബ് കാടേരി, ഫൈസൽ ബാഫക്കി തങ്ങൾ, ആഷിഖ് ചെലവൂർ, ഷെരീഫ് കുറ്റൂർ, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, അൻവർ മുള്ളപ്പാറ, KN മുത്തുക്കോയ തങ്ങൾ, MP അഷ്റഫ്, അഡ്വക്കേറ്റ് PP റൌഫ്, റഷീദ് മോര്യ, VKM ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അനധികൃതമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് പിഴയിട്ടു റെയിൽവേ പോലീസ്. റെയിൽവേ റോഡിന് സമീപത്തെ കോമ്പൗണ്ടിൽ പേ പാർക്കിംഗ് ഒഴിവാക്കിയിട്ടും നിരവധി ആളുകളാണ് റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അനധികൃത വാഹന പാർക്കിംഗ് വ്യാപകമായതോടെ നിരവധി വാഹനങ്ങൾക്ക് പിഴയിട്ടു. തിങ്കളാഴ്ച രാവിലെ മുതലാണ് റെയിൽവേ പോലീസ് നടപടി ശക്തമാക്കിയത്. RPF SI ഷിനോജിന്റെ നേതൃത്വത്തിലാണ് പിഴ ചുമത്തിയത്. റെയിൽവേ റോഡിന് സമീപത്തെ കോമ്പൗണ്ടിലെ പേ പാർക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അത്യാഹിത വാഹനങ്ങളും മറ്റും കടന്നുവരാൻ ഏറെ പ്രയാസം വന്നതോടെയാണ് റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കിയത്. വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. DYFI പ്രവർത്തകർ റോഡിൽ പ്രതിഷേധം നടത്തി. പൊന്മുണ്ടം പഞ്ചായത്ത് 12ാം വാർഡിൽ കോയറ്റിച്ചിറ കമ്പനിപ്പടി റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. DYFI മേഖലാ സെക്രട്ടറി അജിത് കായക്കൽ ഉദ്ഘാടനം ചെയ്തു. വെള്ളക്കെട്ടിന് പരിഹാരമാവാത്തതിനെ തുടർന്ന് DYFI പ്രവർത്തകർ റോഡിൽ പ്രതിഷേധിച്ചു. പൊന്മുണ്ടം പഞ്ചായത്ത് 12ാം വാർഡിൽ കോയറ്റിച്ചിറ കമ്പനിപ്പടി റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. 5 വർഷത്തിലേറെയായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്നും സമരക്കാർ ആരോപിച്ചു. റോഡ് ചില സ്വകാര്യ വ്യക്തികൾ കയ്യേറിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായ രീതിയിലുള്ള
നടപടിയെടുത്തുകൊണ്ട് വൈറ്റിച്ചിറ റോഡ് പുനർനിർമ്മിക്കുകയും വൈറ്റിച്ചിറയിലേക്ക് വരുന്ന തോട് പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഈ സമരത്തിലൂടെ ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ്. കോയറ്റിച്ചിറത്തോട് പുനർനിർമ്മിക്കുക, റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അജിത് കായക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇ പി നവാസ് അധ്യക്ഷനായിരുന്നു. വി പി റനീഷ്, ടി സ്വാദിഖി, കെ ഇസുദ്ദീൻ, വി കെ ഗഫൂർ, ഷാനവാസ്, അർസൽ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂരിൽ കോഴിയിറച്ചി വിൽപ്പനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള മാംസ വിൽപ്പനശാലകളിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതടക്കമുള്ള ക്രമക്കേടുകളും കൂടുതൽ വിലയ്ക്ക് വിൽപ്പന നടത്തിയതായി കണ്ടെത്തിയ കടകൾക്ക് നേരെ നടപടി സ്വീകരിക്കും. ഇതിനു മുന്നോടിയായുള്ള അറിയിപ്പ് ഉദ്യോഗസ്ഥർ നൽകി. തിരൂർ മത്സ്യ മാർക്കറ്റ് പരിസരങ്ങളിലെ നിരവധി കടകളിലാണ് പരിശോധന നടത്തിയത്. റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ കെ പി മുരളീധരൻ, വി പി ഷാജുദ്ദീൻ, ഹൈസിൽ ഡിഗ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം ലീഗൽ മെട്രോളജി വകുപ്പുമായി സഹകരിച്ച് കോട്ടക്കൽ, കുറ്റിപ്പുറം, വളാഞ്ചേരി എന്നിവിടങ്ങളിലായി 15ഓളം കടകളിൽ പരിശോധന നടത്തിയിരുന്നതായി സപ്ലൈ ഓഫീസർ ജോർജ് കെ സാമുവൽ പറഞ്ഞു. വാക്കാട് കാഞ്ഞിരക്കുറ്റി നടപ്പാതയും കാട് മൂടിക്കിടന്ന വഴിയോരവും പ്രദേശവാസികൾ ശുചീകരിച്ചു. മാസങ്ങളായി കാട് മൂടിക്കിടന്ന വഴിയോരത്ത് ഇഴജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം വർദ്ധിച്ചതോടെയാണ് പ്രദേശവാസികൾ തന്നെ ശുചീകരണ പ്രവൃത്തിക്കായി മുന്നോട്ടിറങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കനത്ത മഴയിൽ മാലിന്യം അടിഞ്ഞുകൂടി റോഡരികിലെ ഓടകളും അടഞ്ഞ നിലയിലായിരുന്നു. ഇതോടെ വഴിയോരവും റോഡരികിലും വെള്ളം കെട്ടിനിന്നു. അധികാരികൾ നടപടി സ്വീകരിക്കാതായതോടെയാണ് പ്രദേശവാസികൾ സ്വയം രംഗത്തിറങ്ങിയത്. പാമ്പുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർക്ക് നടക്കാനോ ഇരിക്കാനൊന്നും വയ്യാത്തൊരു രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊതുകുകളുടെ ശല്യം കൊണ്ടും ഒക്കെ കൂടി ആയിട്ട് ഞങ്ങൾ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ശേഖരിച്ച് ഇവിടെ കാഞ്ഞിരക്കുറ്റി പ്രദേശം ബസ് സ്റ്റോപ്പ് ഭാഗങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഒരാളെ ഈ 5-6 കുറച്ച് ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കംപ്ലീറ്റ് വൃത്തിയാക്കിയിരിക്കുകയാണ്. വി കെ റഷീദ് അഴീക്കൽ, പുളിക്കൽ റഷീദ, ഇ പി മൊയ്തീൻ, ഷെരീഫ് കെ വി, ഫാറൂഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരൂർ ടൗൺ ഹാളിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ സിറിഞ്ച് എത്താൻ വൈകിയത് വാക്സിൻ എടുക്കാൻ എത്തിയവരെ പ്രയാസപ്പെടുത്തി. രാവിലെ മുതൽ ക്യൂവിൽ നിന്ന പലരും മണിക്കൂറുകൾ വൈകിയതോടെ മടങ്ങി. തിരൂർ ടൗൺ ഹാളിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ രാവിലെ മുതൽ എത്തിയവരാണ് മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങിയത്. വാക്സിൻ ഉണ്ടെങ്കിലും കുത്തിവയ്പ്പിനുള്ള സിറിഞ്ച് എത്താൻ വൈകിയതാണ് സ്ത്രീകളടക്കമുള്ളവരെ പ്രയാസപ്പെടുത്തിയത്. അതിരാവിലെ മുതൽ ക്യൂവിൽ നിന്ന പലരും വാക്സിനേഷൻ വൈകിയതോടെ മടങ്ങിപ്പോകുന്ന കാഴ്ചയും കണ്ടു. ഉച്ചയോടെയാണ് സിറിഞ്ച് എത്തി പ്രശ്നം പരിഹരിച്ചത്. സംസ്ഥാനത്ത് 16,848 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,41,431 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.91%. ആകെ മരണം 15,512 സംസ്ഥാനത്ത് 16,848 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 2,752, തൃശൂർ 1,929, എറണാകുളം 1,901, കോഴിക്കോട് 1,689, കൊല്ലം 1,556, പാലക്കാട് 1,237, കോട്ടയം 1,101, തിരുവനന്തപുരം 1,055, ആലപ്പുഴ 905, കണ്ണൂർ 873, കാസർഗോഡ് 643, പത്തനംതിട്ട 517, വയനാട് 450, ഇടുക്കി 240 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,41,431 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.91%. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 104 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,512. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 101 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 15,855 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 783 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 109 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 12,052 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,05,178 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്.
ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത് 17.99%. 2752 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇതുവരെ 1394 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത് 17.99%. 2752 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 2453 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം ചൊവ്വാഴ്ച രോഗമുക്തരായി. ഇതോടെ വിദഗ്ധ പരിചരണത്തിന് ശേഷം കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,52,870 പേരായി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 2673 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 25 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 6 പേർക്കും വിദേശ രാജ്യങ്ങളിലെത്തിയ 11 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 37 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 53,419 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 18,291 പേരാണ് ജില്ലയിൽ ഇപ്പോൾ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1,394 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. അൽ ജമീലയിലെത്തിയാൽ ഇഷ്ടമുള്ള ഉണക്കമീനുകളുമായി പോകാം. കോവിഡ് പ്രതിസന്ധിയിലും ജമീലത്താത്തയുടെ ഉണക്കമീൻ ആവശ്യക്കാരേറെയാണ്. ആലത്തിയൂർ ആലിങ്ങലിലെ ചെമറോട്ടം റോഡിനോട് ചേർന്നാണ് ജമീലത്താത്തയുടെ ഉണക്കമീൻ കച്ചവടം. നേരത്തെ ആലിങ്ങലിൽ ഹോട്ടൽ നടത്തിയിരുന്നുവെങ്കിലും കോവിഡ് വന്നതോടെ കച്ചവടമില്ലാതായി. പിന്നീടാണ് ചെമറോട്ടം റോഡിൽ ആലത്തിയൂർ സ്വദേശിയുടെ സ്ഥലത്ത് ഷെഡ് കെട്ടി ഉണക്കമീൻ കച്ചവടം ആരംഭിച്ചത്. 1 മാസമായി കച്ചവടം ആരംഭിച്ചിട്ട് 1500 രൂപയ്ക്ക് വരെയാണ് ദൈനംദിന കച്ചവടം. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർക്ക് വന്നിട്ട് കസ്റ്റമർ വന്നിട്ട് കുറേശ്ശൊക്കെ മേടിക്കുന്നുണ്ട്. 1000 1200 കയ്യിലെത്തി. ആദ്യം ഞാൻ ഒരു വനിതാ ക്യാൻറ്റീൻ പോലെ ഒരു 5-6 പെണ്ണുങ്ങളായിട്ട് ഹോട്ടൽ പോലെ നടത്തുന്ന സംരംഭം നടത്താമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്ത്രീകളൊക്കെ സ്ത്രീകളൊക്കെ ഞാൻ കൂട്ടിച്ചേർത്ത് അവിടെ നോക്കുമ്പോൾ അവർക്ക് പിന്നെ 2-3 ആൾക്കാർ ഇതിന് പിൻവലിച്ചപ്പോൾ പിന്നെ അവർ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് സാധിക്കില്ല, ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നൊക്കെ വല്ലാത്ത വിഷമമായി. എങ്കിലും ഞാൻ എൻ്റെ ഭർത്താവ് കൂടി 1 മാസം പോലെ അത് നടത്തി. പിന്നെ വീഡിങ് ആയതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ നിർത്തി വെച്ചതാണ്. പിന്നെ എനിക്കതിൽ ഭയങ്കരമായ ഒരു താല്പര്യം. പിന്നെയും നമ്മൾ നല്ലൊരു ഇതുണ്ടാക്കണം, നല്ലൊരു സംരംഭത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റായി ചെയ്യണം എന്നൊക്കെ മനസ്സിൽ പിന്നെ തോന്നി. ഇളയ മകൻ മുസമ്മിൽ സഹായത്തിനായുണ്ട്. ഭർത്താവ് മദ്രസാധ്യാപകനുമായിരുന്ന കിഴക്കേ പീഡിയക്കൽ കുഞ്ഞുമോനും ഉണക്കമീൻ കച്ചവടമാണ്. വീട് പണിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെയാണ് സ്വയം തൊഴിൽ ആശയവുമായി 53-കാരിയായ ജമീല മുന്നോട്ട് വന്നത്. തൈരും നല്ല നാടൻ തൈര്, നല്ല പാല് മേടിച്ചിട്ട് പശുവിൻ്റെ പാലൊക്കെ മേടിച്ചിട്ട് പിന്നെ തൈരും മോരും വെണ്ണയും നെയ്യൊക്കെ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ജനങ്ങളെ അറിഞ്ഞ് ഞാൻ എല്ലാവരെക്കാട്ടിയും കുറച്ച് ഒരു നിമിഷം ഞാൻ കുറഞ്ഞ കൂടുതലൊക്കെ പൈസ കുറച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും ജനങ്ങൾ പിന്നെയും വരലോടുത്തി. പിന്നെ ഞാൻ അതിന് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഈ കുട്ടി എൻ്റെ മകൻ ഇളയ മകന് പുറത്താണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബാധ്യത ഉണ്ട്. ഒരു വീടിൻ്റെ ഒരു കുറച്ച് ബാധ്യത ഉണ്ടായപ്പോൾ അതുകൂടി ഞാൻ ആയാൽ പറ്റില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ബാധ്യത ആവാൻ പാടില്ലല്ലോ. അന്ന് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഓണറോട്, ഈ സ്ഥലത്തിൻ്റെ ഓണറോട് ഞങ്ങൾ സ്ഥലം ചോദിച്ചു. ജീവിതമാർഗ്ഗമല്ലേ, എനിക്ക് പറ്റിങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞു ഇമ്മ അതൊന്ന് നടക്കണ കാര്യമാണ്, നിങ്ങൾ പറ്റുമായി ചെയ്തോളിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ കാട് വെട്ടിച്ചൂട്ടി ഇതൊക്കെ നിരത്തി. അവർ പറഞ്ഞു അവരെ പ്രോത്സാഹം കൊണ്ട് മണ്ണൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ഉപ്പുവെള്ളത്തിൽ വളർത്തിയെടുക്കുന്ന നാടൻ മത്സ്യകൃഷിയും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. മത്സ്യത്തിനും കോഴിക്കും അടുത്ത കാലത്തുണ്ടായ അമിതമായ വിലക്കയറ്റം മൂലം പ്രദേശത്തിന് പുറത്തുള്ളവർ പോലും ജമീലത്താത്തയുടെ ഉണക്കമീൻ വാങ്ങാനെത്താറുണ്ട്. പുതിയ തലമുറയിലും സ്ത്രീകളും ഇതുപോലെ മാതൃകാപരമായ തൊഴിൽ സ്വീകരിച്ച് മുന്നോട്ട് വരണമെന്നാണ് ജമീലത്താത്തയുടെ ആഗ്രഹം. വാക്സിൻ വിതരണത്തിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി BJP തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി തലക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് രവി തലത്ത് ഉദ്ഘാടനം ചെയ്തു. തലക്കാട് പഞ്ചായത്തിലെ വാക്സിൻ കേന്ദ്രത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വാക്സിൻ നൽകുന്നത് നിർത്തലാക്കുക, പക്ഷപാതം കാണിക്കാതെ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തി എല്ലാവർക്കും നൽകാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് തലക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് രവി തലത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ആ തരത്തിലുള്ള പ്രക്രിയ നടത്തുന്നത്. കേരള സംസ്ഥാനത്ത് അത് സംസ്ഥാനത്തിൻ്റെതായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ നടപ്പിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്ന വാക്സിനേഷൻ പ്രക്രിയയുടെ സ്ലോട്ടുകൾ പലർക്കും കിട്ടുന്നില്ല.
ഓൺലൈനുമായി ആളുകൾ കാത്തിരിക്കുകയാണ്. പക്ഷേ അവർക്ക് വാക്സിനേഷൻ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വാക്സിൻ കിട്ടുന്നില്ല. പക്ഷേ പഞ്ചായത്തുകളിൽ ആ പ്രദേശത്തുള്ള നേതാക്കന്മാർ, ആ പ്രദേശത്തുള്ള പഞ്ചായത്ത് മെമ്പർമാർ, ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ, അവർ നിയോഗിച്ചിട്ടുള്ള പാർട്ടി പണിയെടുക്കുന്ന ചില ആരോഗ്യ പ്രവർത്തകർ, ഇവരൊക്കെ വിചാരിച്ചാൽ രാവിലെ വിളിച്ചു പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് വാക്സിനേഷൻ നടത്തി കൊടുക്കാൻ സാധിക്കുകയാണ്. എങ്ങനെയാണ് ഈ സംവിധാനം ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അർഹതപ്പെട്ടിട്ടുള്ള പല ആളുകൾക്കും വാക്സിൻ ലഭിക്കാതെ അവർ കാത്തിരിക്കുന്നു. പ്രായമുള്ള ആളുകൾക്ക് പോലും പല ആളുകൾക്കും വാക്സിൻ കിട്ടുന്നില്ല. BJP തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് MP വേലായുധൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി മനോജ് പാറശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് ശശി പരാരമ്പത്ത, മണ്ഡലം സെക്രട്ടറി കറുകേൽ ശശി, ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ പരിയാപുരം, ഗ്രാമപഞ്ചായത്ത് അംഗം നിരത്തല രവി, PT മോഹനൻ, കർത്താട് സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാപ്പിളപ്പാട്ട് ഗായകരിലെ സൂര്യ തേജസ് AV മുഹമ്മദിന്റെ ഓർമ്മകൾക്ക് ഈ ബലിപെരുന്നാളിന് 27 വയസ്സ്. 2.5 പതിറ്റാണ്ട് മുമ്പ് ഒരു ബലിപെരുന്നാളിന് തലേന്ന് ഹജ്ജിന്റെ അറഫാ ദിനത്തിലാണ് AV മുഹമ്മദ് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞത്. 3.5 പതിറ്റാണ്ടു കാലത്തോളം മാപ്പിളപ്പാട്ട് ആസ്വാദകരെ വിസ്മയിപ്പിച്ച നാദസൗകുമാര്യത്തിന് ഉടമയായിരുന്നു AV മുഹമ്മദ്. 1960 മുതൽ 1994 വരെ 34 വർഷക്കാലം അദ്ദേഹം ആസ്വാദകരെ വിസ്മയിപ്പിച്ച് മാപ്പിളപ്പാട്ട് കലാരംഗത്ത് നിറഞ്ഞു നിന്നു. ഇക്കാലയളവിനിടയിൽ 100-ലധികം മാപ്പിളപ്പാട്ടുകളും അദ്ദേഹം ആസ്വാദക ലോകത്തിന് സമ്മാനിച്ചു. മുഹമ്മദ് റസൂലേ 1994 മെയ് 20-ന് അറബ് മാസം ദുൽഹജ്ജ് 9-ന് അറഫാ ദിനത്തിലാണ് AV മുഹമ്മദ് കലാലോകത്ത് നികത്താനാകാത്ത വിടവ് സൃഷ്ടിച്ച് യാത്ര പറഞ്ഞത്. 1932-ൽ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലാണ് AV മുഹമ്മദിന്റെ ജനനം. മലബാറിലെ കല്യാണ വീടുകളിലും നിരത്തുകളിലും മുസ്ലിം ജീവിതത്തിന്റെ വൈകാരിക മണ്ഡലങ്ങളിൽ തനതു മാപ്പിളപ്പാട്ടുകളുടെ തരംഗം സൃഷ്ടിച്ച AV യൗവനത്തിൽ തന്നെ കലാസ്വാദകർക്കു പ്രിയങ്കരനായി. ഹാർമോണിസ്റ്റും പാട്ടുകാരനുമായിരുന്ന കുഞ്ഞുമൊയ്തീന്റെയും മമ്മദുമ്മയുടെയും മകനായി ജനിച്ച AV മുഹമ്മദിന് ഹോട്ടൽ കച്ചവടമായിരുന്നു തൊഴിൽ. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന അദ്ദേഹം കർണാടകയിലെ ഷിമോഗയിലേക്ക് ഹോട്ടൽ നടത്തിപ്പിനായി ജീവിതം പറിച്ചു നട്ടു. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം പ്രശസ്ത സംഗീത സംവിധായകൻ MS ബാബുരാജുമായുള്ള അടുപ്പം ജീവിതത്തിലെ വഴിത്തിരിവായി. കല്യാണ പാർട്ടികളിലും രാഷ്ട്രീയ പാർട്ടികളുടെ കവലകൾ തോറുമുള്ള പ്രചാരണ പരിപാടികളിലും പാടിക്കൊണ്ടിരുന്ന കാലത്താണ് KT മുഹമ്മദ്, KT മൊയ്തീൻ എന്നീ സഹോദരന്മാരായ രചയിതാക്കളെ AV പരിചയപ്പെടുന്നത്. MS ബാബുരാജ്, KT മുഹമ്മദ്, KT മൊയ്തീൻ, AV കൂട്ടുകെട്ട് പിന്നീട് അങ്ങോട്ട് മാപ്പിളപ്പാട്ട് ശാഖയ്ക്ക് നിരവധി അവിസ്മരണീയമായ ഗാനങ്ങളുടെ കുത്തൊഴുക്ക് തന്നെ സമ്മാനിച്ചു. പകലൽ നിശാനി ആലം എന്ന ഗാനത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച AV ഈ അതുല്യ കൂട്ടുകെട്ടിൽ 60-ൽ പരം ഹിറ്റുകളാണ് മാപ്പിളപ്പാട്ട് ലോകത്തിന് നൽകിയത്. ആകലോക കാരണമുത്തൊളി, ബിസ്മിയും ഹംദും സ്വലാത്തും, ഇലാഹായ പുരാനോട്, മമ്പുറപ്പൂ മഖാമിലെ, മനുഷ്യ നീ മറന്നിടുന്നു, തകർത്താളിടണം, റഹ്മാനല്ല റഹീമുമല്ല, ഹാ പ്രിയ സഹോദരരെ, അള്ളാഹുവിൻ്റെ പോരിശ, പുണ്യമദീന മതിൽ, മെഹബൂബുൽ ബാഖിയ, ബദർ യുദ്ധക്കളം തന്നിൽ തുടങ്ങിയ ഹിറ്റ് മാപ്പിളപ്പാട്ടുകൾ ഈ കൂട്ടുകെട്ടിൽ പിറവിയെടുത്തതാണ്. ശബ്ദ സൗകുമാര്യം തന്നെയാണ് AV മുഹമ്മദ് എന്ന ഗായകനെ വേറിട്ടു നിർത്തുന്നത്. AVയുടെ ഏറ്റവും മികച്ച പാട്ടേതെന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുക്കുക അസാധ്യമായിരിക്കും. എങ്കിലും പകലൽ നിശാനി ആലം, പരൻ വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന എന്നീ ഗാനങ്ങൾ വേറിട്ടു തന്നെ നിൽക്കും. VM കുട്ടി, KS മുഹമ്മദ് കുട്ടി, പീർ മുഹമ്മദ്, എരഞ്ഞോളി മൂസ, KT മുഹമ്മദ് കുട്ടി, പള്ളിക്കൽ മൊയ്തീൻ, രണ്ടത്താണി ഹംസ, ഹമീദ് ഷർവാണി, വടകര കുഞ്ഞുമൂസ, അങ്ങനെ AVയുടെ സൗഹൃദ വലയം എണ്ണിയാലൊതുങ്ങില്ല. ജീവിതം തന്നെ സംഗീതത്തിനായി സമർപ്പിച്ച AVക്ക് കേരള സംഗീത നാടക അക്കാദമി 84-ൽ നൽകിയ ആദരവൊഴിച്ചു നിർത്തിയാൽ മറ്റ് അംഗീകാരങ്ങളൊന്നും തന്നെ തേടിയെത്തിയിട്ടില്ല. എങ്കിലും സ്വന്തം നാടായ തിരൂരങ്ങാടിയും ചില പൗരപ്രമുഖരും അദ്ദേഹത്തെ വിസ്മരിച്ചിട്ടില്ല എന്നതു തന്നെയാണ് ഏറെ ആശ്വാസം. AVയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകമെന്ന സ്വപ്നം ഇന്നും വെള്ളക്കടലാസിൽ ഒതുങ്ങുന്നു. ഗാന്ധിയൻ ആദർശം പ്രചരിപ്പിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു അന്തരിച്ച കോൺഗ്രസ് നേതാവ് തച്ചോത്ത് ഉമ്മർ എന്ന് സർവകക്ഷി യോഗം അനുസ്മരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർക്കും മറ്റു സാധാരണക്കാർക്കും മാർഗദർശിയായ വ്യക്തിയായിരുന്നു. മൂച്ചിക്കലങ്ങാടി നടന്ന അനുശോചന യോഗത്തിൽ താനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് YP ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ഒ രാജൻ, പന്ത്രളി മുഹമ്മദ് അലി,
മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഇസ്മായിൽ പത്തമ്പാട്, സി പ്രഭാകരൻ, എം സൈതാലി, പി രത്നാകരൻ, പി വാസുദേവൻ, കുന്നുമൽ ദാസൻ, മങ്കുഴി വാസുദേവൻ, ഹനീഫ താനൂർ തുടങ്ങിയവർ സംസാരിച്ചു. താനൂർ നിയോജക മണ്ഡലം ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച അനുശോചന യോഗം സ്റ്റഡി സെന്റർ ചെയർമാൻ തേലത്ത് ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു. താനൂർ മുനിസിപ്പൽ 27-ാം ഡിവിഷൻ വെമ്പാലം പറമ്പ് സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നിർവഹിച്ചു. പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന്റെ ഭാഗമായാണ് ട്രസ്റ്റിന് രൂപം നൽകിയത്. ചടങ്ങിൽ ടി കെ ജലീൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ പി പി ഷംസുദ്ദീൻ, മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ്, അഡ്വക്കേറ്റ് പി പി റൌഫ്, ടി പി എ കരി, റഷീദ് മോര്യ, കെ സലാം, കെ പി റാഫി, സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങിയ വിശ്വാസികൾ. ജീവൻ പണയം വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാത്തതിൽ മന്ത്രിയെ നീരസം അറിയിച്ച് വിദ്യാർത്ഥികൾ. തിരുരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് മന്ത്രി അഹമ്മദ് തേവർകോവിലിന് നിവേദനം നൽകിയത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് 11-ന് നടക്കും. ഇടത് സ്ഥാനാർത്ഥിയായി കോയക്കുഞ്ഞിയകത്ത് മൂത്താട്ട് സജില മത്സരിക്കും. താനൂർ അഞ്ചുടി കുപ്പന്റെ ഇസ്ഹാക്കിന്റെ കുടുംബത്തിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സംസ്ഥാനത്ത് 16,848 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,41,431 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.91%. ജില്ലയിൽ ചൊവ്വാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് രേഖപ്പെടുത്തിയത് 17.99%. 2,752 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.